13 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 13, എബ്രായലേഖനം 13 അധ്യായം. നമുക്ക് അറിയാം, അതിൻ്റെ 11 മുതലുള്ള വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ദ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫാണ്. അതിന് മുൻപുള്ള വിഷയങ്ങൾ നമ്മളെ 10 വരെയുള്ള അധ്യായം നമ്മളെ പഠിപ്പിച്ചത് ഡോക്ട്രിനലായിരുന്നു, ഉപദേശപരമായിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അതിൽ നിന്നുകൊണ്ട് പ്രധാനമായിട്ട് 13 അധ്യായത്തിൻ്റെ ഹെഡിങ്സ് നോട്ട് ചെയ്താൽ ദ മാർക്ക് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ദ മാർക്സ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഒന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് വാച്ച് ചെയ്യാമെങ്കിൽ 11, 12, 13 അധ്യായങ്ങൾ നമ്മൾ പഠിക്കാമെങ്കിൽ 11ാമത്തെ അധ്യായത്തിൻ്റെ പ്രാധാന്യത ഏതാണ്? സബ്ജക്റ്റ് വിശ്വാസം. 12ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? എന്തുവാ നമ്മൾ പഠിച്ചേ? 12ാം അധ്യായം യെസ് എന്തുവായിരുന്നു? അതൊരു സബ്ജക്റ്റ് മാത്രം. 12ാം അധ്യായത്തിൻ്റെ ഹോൾ ചാപ്റ്റർ എടുത്ത് പഠിക്കുമ്പോൾ നമ്മളവിടെ തുടക്കം തന്നെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്: ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഈ ഓട്ടം എന്ന് പറയുന്നത് എന്തുവാ? ഏതാ വിഷയത്തിലാണ് നമ്മൾ ഓടേണ്ടത്? വിശ്വാസ സംബന്ധമായി നിന്നുകൊണ്ടാണ് ഓടേണ്ടത്. പക്ഷെങ്കിൽ ഓട്ടം എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പ്രാപിക്കുന്നത്? അത് ഇപ്പോൾ എന്തായിരിക്കുന്നു? ഇപ്പോൾ നമ്മുടെ ആ ജീവകിരീടം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്തായിരിക്കുന്നു? പ്രത്യാശ. അപ്പോൾ 11ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഫെയ്ത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. 12ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് വിശ്വാസ പ്രത്യാശയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ഹോപ്പ്. 13ാം അധ്യായത്തിന്റെ പ്രാധാന്യത, 13ാം അധ്യായം 1-ാമത്തെ വാക്യം, 13 chapter verse number 1. സഹോദര പ്രീതിയിൽ നിലനിൽക്കട്ടെ. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ലവ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദാസൻ പറയപ്പെട്ടൊരു വേർഡുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതാണ് വലിയത്. അപ്പോൾ 11, 12, 13 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 11ാം അധ്യായത്തിൽ വിശ്വാസത്തെ പ്രതിപാദിക്കുമ്പോൾ 12ാം അധ്യായത്തിൽ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 13ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മറ്റൊരു രീതിയിൽ നമുക്കതിനെ നോക്കുവാൻ സാധിക്കുമെങ്കിൽ 10ാം അധ്യായം നമ്മൾ പഠിച്ചത് എന്താ പഠിച്ചത്? ദ പ്രിവിലേജ് ഓഫ് എ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രിവിലേജ്. ഹീബ്രൂസ് ചാപ്റ്റർ 10, 10ാം അധ്യായം പഠിപ്പിച്ചത് ദ ക്രിസ്ത്യൻ പ്രിവിലേജ്. അതാണ് നമ്മൾ ധൈര്യത്തോടുകൂടെ അവന്റെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. അതാണ് നമ്മുടെ പ്രിവിലേജ്. 11ാം അധ്യായം നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ വിശ്വാസം എന്നുള്ള വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസം എന്തിലാണ് വെളിപ്പെടുത്തുന്നത്? വിശ്വാസമാണ് പവർ, ശക്തി. അങ്ങനെയാണെങ്കിൽ ദ ക്രിസ്ത്യൻ പവർ ആണ് 11ാം അധ്യായം ചാപ്റ്റർ 11 mentions the Christian power. ക്രിസ്തീയ വിശ്വാസിയുടെ ശക്തി. 12ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു പ്രോഗ്രസ് ആണ്, ദ ക്രിസ്ത്യൻ പ്രോഗ്രസ്. അവരുടെ ഓട്ടം മുൻപോട്ട് ഓടുവാനുള്ള ഒരു പ്രോഗ്രസ്. 13ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ദ ക്രിസ്ത്യൻ പ്രാക്ടീസ്, പ്രായോഗികമായിരിക്കുന്ന ക്രിസ്ത്യാനിത്വം. പ്രധാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ 13 നമ്മൾ 3 ഭാഗങ്ങളായിത്തിരിക്കുന്നു. ചാപ്റ്റർ 13 we may divide into 3. 13ാം അധ്യായം 3 ഭാഗങ്ങളായിട്ട് നമ്മൾ അതിനെ തിരിക്കുന്നു. 1-ാമത്തെ ഭാഗം സോഷ്യൽ ഡ്യൂട്ടീസ്, സാമൂഹികമായിരിക്കുന്ന നമ്മുടെ ജോലി, കർത്തവ്യം, സോഷ്യൽ ഡ്യൂട്ടീസ്.
chapter 13 verse 1 to 6. രണ്ടാമത്തെ ഡിവിഷൻ സ്പിരിച്വൽ ഡ്യൂട്ടീസ്, ആത്മീയ കർത്തവ്യങ്ങൾ. സ്പിരിച്വൽ ഡ്യൂട്ടീസ്, അതാണ് വേഴ്സ് 7 to 17, 7 മുതൽ 17 വരെയുള്ള വാക്യം. മൂന്നാമത്തെ ഭാഗമായിട്ട് പേഴ്സണൽ ഗ്രീറ്റിംഗ്സ്, താൻ സഭയെ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യുന്നു. പേഴ്സണൽ ഗ്രീറ്റിംഗ്സ്, വേഴ്സ് 18 to 25. എബ്രായ ലേഖനം 13 അധ്യായത്തെ നമ്മൾ 3 ഭാഗങ്ങളായി തിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം സോഷ്യൽ ഡ്യൂട്ടീസ്, സാമൂഹികമായിരിക്കുന്ന കർത്തവ്യങ്ങൾ ഒരു വിശ്വാസിയുടെ. രണ്ടാമത്തെ ഭാഗമാണ് സ്പിരിച്വൽ ഡ്യൂട്ടീസ്, ആത്മീയമായിരിക്കുന്ന കർത്തവ്യങ്ങൾ. മൂന്നാമത്തേത് പേഴ്സണൽ ഗ്രീറ്റിംഗ്സ്. ദ ഫസ്റ്റ് പോർഷനിലേക്ക് കടന്നു വന്നിട്ട് സോഷ്യൽ ഡ്യൂട്ടീസ്. എബ്രായ ലേഖനം 13 അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ട് സോഷ്യൽ ഡ്യൂട്ടീസ് 5 കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതായിരിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദ ഫസ്റ്റ് വൺ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നതായിരിക്കും പ്രാരംഭമായിട്ട്. ദ ഫസ്റ്റ് വൺ, ബ്രദർലി ലവ്, സഹോദര പ്രീതി. സഹോദര പ്രീതി, വേഴ്സ് 1. രണ്ടാമത്തെ പോർഷൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ഡ്യൂട്ടീസ് ഉള്ളതാണോ? ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരം, ഹോസ്പിറ്റാലിറ്റി. വേഴ്സ് 1 and 2. വേഴ്സ് 1 and 2. മൂന്നാമത്തെ ഭാഗം, there is sympathy for those in trouble. കഷ്ടത്തിൽ ഇരിക്കുന്നവരെ അവരോടുകൂടെ കഷ്ടം സഹിക്കുന്നു. there is sympathy for those in trouble. തടവുകാർ എന്ന പോലെ തടവുകാരെ. വേഴ്സ് 3. 4. there is purity, വിശുദ്ധി. വിവാഹം എല്ലാവർക്കും മാന്യവും, പ്യൂരിറ്റി. അഞ്ചാമതായിട്ട് there is contentment, സംതൃപ്തി ഉണ്ടായിരിക്കും. സംതൃപ്തി, contentment. വേഴ്സ് 5 and 6. 5-6 വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ ഭാഗമാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് നിൽക്കുവാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് പോർഷനാണ് സോഷ്യൽ ഡ്യൂട്ടീസ്, സാമൂഹികപരമായിരിക്കും നമ്മുടെ കർത്തവ്യങ്ങൾ. പ്രധാനമായിട്ട് 5 കാര്യങ്ങളെയാണ് നമ്മൾ കാണുവാൻ സാധിച്ചത്. അത് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ പഠിച്ചത്. അതിൽ പ്രാരംഭമായിട്ട് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത് അതിഥി സൽക്കാരം, ബ്രദർലി ലവ്. രണ്ടാമത് നമ്മൾ കണ്ടത് സഹോദര പ്രീതി. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് അതിഥി സൽക്കാരം, ഹോസ്പിറ്റാലിറ്റി. മൂന്നാമത് നമ്മൾ കാണുവാൻ ഇടയായിട്ടുന്നത് ഒരു സിമ്പത്തറ്റിക് ഹാർട്ട്, ഒരു മറ്റുള്ളവരോട് മനസ്സലിവുള്ളൊരു ഹൃദയം. നാലാമതായിട്ട് നമ്മൾ കണ്ടത് പ്യൂരിറ്റി ഇൻ ലൈഫ്, ജീവിതത്തിൻ്റെ വിശുദ്ധി, നിർമ്മലത. 5 നമ്മൾ കാണുവാൻ ഇടയായിട്ടുന്നത് കണ്ടന്റ്മെന്റ്, സംതൃപ്തമായിരിക്കുന്ന ഒരു ജീവിതം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ. അതിൽ ദ ഫസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ കടന്നു വരിക, ബ്രദർലി ലവ്. ബ്രദർലി ലവ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. പ്രധാനമായിട്ട് ആത്മാവിൻ്റെ ഫലം എന്നുള്ള വിഷയത്തിൽ കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് സ്നേഹമാണ്. വേദപുസ്തകം സ്നേഹം എന്നുള്ള വേർഡിന് 2 പ്രധാനപ്പെട്ട ഗ്രീക്ക് വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അഗപ്പേ, രണ്ടാമത്തെ വേർഡാണ് ഫിലദൽഫിയ. പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് അഗപ്പേ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹമല്ല, മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹവുമല്ല. എല്ലാത്തിനും ഒരു പരിമിതികളുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹവും
മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവുമാണ് ഫിലദൽഫിയ എന്നുള്ള വേർഡ് ചൂണ്ടിക്കാണിക്കുന്നത്. നോട്ട് ചെയ്താട്. ഫിലോസ്, ഫിലിയോസ്, PHILEO, ഫിലിയോ. The word means to love. To love. Adelphos, ADELPHOS, means brother. Means brother. അഥവാ വേർഡിന്റെ മീനിങ് ദ ലവ് ഓഫ് ബ്രദേഴ്സ്, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്നേഹത്തിന് വലിയ അർത്ഥമുണ്ട്. വാസ്തവത്തിൽ ഞാൻ അന്ന് പറയുണ്ടായി, ക്രിസ്ത്യാനിറ്റിയാണ് സ്നേഹം എന്നുള്ള വാക്കിന്റെ അതിൻ്റെ അന്തർലീനമായിരിക്കുന്ന മീനിങ് വെളിയിൽ കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത്. അത് പല രീതിയിൽ അത് വെളിയിൽ കൊണ്ടുവരുവാൻ കാരണമായി തീർന്നു. ഏറ്റവും പ്രധാനമായിട്ട് ആ സ്നേഹം വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം ചെയ്തത് നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ തൻ്റെ പുത്രനായത് യേശുവിനെ തന്നോ നമ്മെ സ്നേഹിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഇതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത്. ഇതിനെ കവർ ചെയ്യുവാൻ മറ്റൊരു സ്നേഹങ്ങളുമില്ല. എന്നാൽ ആ സ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അവരെ സ്നേഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നപ്പോൾ ദൈവം അവരിൽ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന സ്നേഹമാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്. സഹോദര സ്നേഹം വളരെ വിലയുണ്ട്. അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുണ്ടായി, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്നോ ലോകമറിയും. അപ്പോൾ ദൈവമക്കളെ ലോകം കാണേണ്ടതോ സ്നേഹം വെളിപ്പെടുത്തുന്നതിൽ കൂടെയാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, എന്താണ് സ്നേഹിക്കുക? അരുമനാഥനാകുന്ന യേശു ക്രിസ്തു ഇപ്രകാരം പറയുണ്ടായി, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും പറയുന്നത് പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആരാണ് കൂട്ടുകാരൻ എന്നുള്ള വിഷയം അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു യൗവനക്കാരൻ വന്ന് ചോദിക്കുകയുണ്ടായി. അവൻ ചോദിച്ച ചോദ്യമാണ് കർത്താവായ യേശു ക്രിസ്തു അതിന് കൊടുത്ത മറുപടിക്ക് അവനൊരു ചോദ്യം ചോദിച്ചത്, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? യേശു അതിന് കൊടുത്തൊരു മറുപടിയാണ് നല്ല ശമര്യക്കാരന്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ നല്ല ശമര്യക്കാരന്റെ കഥയിൽ കൂടെ അരുമനാഥനാകുന്ന യേശു വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്, ആരാണ് എൻ്റെ സഹോദരൻ, ആരാണ് എൻ്റെ കൂട്ടുകാരൻ എന്നുള്ളതാ. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ആ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 10. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന് 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്, വേഴ്സ് 29. അപ്പൊ തന്റെ ഒരു ചോദ്യം ഇതായിരുന്നു, എന്റെ കൂട്ടുകാരനാരാണ്? അപ്പോൾ അതിന് യേശു ക്രിസ്തു കൊടുത്ത ഒരു മറുപടിയാണ് വേഴ്സ് 37. അവനോട് കരുണ കാണിച്ചവൻ തന്നെ. നിങ്ങൾക്കറിയാം, എക്സ്പെക്ട് ചെയ്ത ഈ യഹൂദനായിരിക്കുന്ന ഒരു വ്യക്തി താന് ആരെ തന്നോട് കരുണ കാണിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തവരെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുമായിരിക്കുന്ന ഒരു അവസ്ഥയാണോ തന്റെ മുമ്പിൽ വന്നത്. ഒരു പുരോഹിതൻ അതുവഴി വന്നു, പുരോഹിതൻ കണ്ടിട്ട് വഴിമാറി കടന്നുപോയി. ഒരു ശാസ്ത്രി ഇവിടെ കടന്നു വന്നു, ആ വ്യക്തിയും വഴിമാറി കടന്നുപോയി. വാസ്തവത്തിൽ ഇവിടെ കിടക്കുന്നതായിരിക്കുന്ന വ്യക്തി ന്യായമായിട്ട് ചിന്തിച്ചിട്ടുള്ള വിഷയമായിരിക്കും, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും എന്നെ സഹായിക്കുമെന്നുള്ളത്. പക്ഷെങ്കിൽ ഇവർ രണ്ടുപേരുമല്ല സഹായിച്ചത്. മൂന്നാമതൊരു വ്യക്തി അതുവഴി വന്നു, അത് ശമര്യക്കാരനായിരുന്നു. നിങ്ങൾക്കറിയാം, ശമര്യക്കാരനും യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ അവർ തമ്മിൽ യാതൊരു ബന്ധത്തിനും പോകത്തില്ല. ശമര്യക്കാരന്റെ ബദ്ധശത്രുക്കളാണോ യഹൂദന്മാരെന്ന് പറയുന്നത്. കാരണം യഹൂദന്മാരെ ശമര്യക്കാരെ വളരെ ലോവർ ഗ്രേഡായിട്ട് വളരെ താഴ്ന്ന അവസ്ഥയിലാണ് കാണുവാനായിട്ടിടയായിത്തീരുന്നത്. ഹീനമായിരിക്കുന്ന ഒരവസ്ഥയിലാണോ കാണുവാനായിട്ടിടയായിത്തീരുന്നത്. അപ്രായം ഹീനമായി കിടക്കുന്ന ഒരു സ്ഥാനത്ത്
ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇത്രമാത്രം ഒരു റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡോടുകൂടെ ഈ രണ്ട് ഗ്രൂപ്പുകൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ഒരിക്കൽ പോലും എക്സ്പെക്ട് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ കള്ളനാൽ ഉപദ്രവിക്കപ്പെട്ട വ്യക്തിക്ക് കിട്ടുവാനായിട്ട് കാരണമായി തീർന്നത്. എന്നിട്ട് അരുമനാഥനാകുന്ന യേശു ഒരു ചോദ്യം ചോദിച്ചു, ഇവരിൽ ആരാണ് ഇവന് കൂട്ടുകാരനായി തീർന്നത്? ഈ വ്യക്തിയെ യേശു ഉത്തരം കൊടുത്ത ഇപ്രകാരമാണ്, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. എന്നിട്ട് യേശു പറഞ്ഞു, നീയും പോയി അങ്ങനെ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കണം, സഹോദര പ്രീതി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് സഹോദര പ്രീതി വാസ്തവത്തിൽ എന്താണോ ഇവന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തിയത്? സഹോദര പ്രീതിയിൽ കൂടെ ഉള്ളതായിരിക്കുന്ന ഒരു ചാരിറ്റി, ആ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് വെളിപ്പെടുവാൻ കാരണമായി തീർന്നത്. ഈ ഒരു പ്രവൃത്തിയിൽ കൂടിയാണ് സ്നേഹം പ്രകടിപ്പിക്കുവാൻ കാരണമായി തീർന്നത്. എന്നെ നമ്മെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മിൽ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സഹോദര പ്രീതി എന്ന് പറയുന്നത്. ആത്മാർത്ഥമായിരിക്കുന്ന ഒരു സ്നേഹം, അതിൽ ഉള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് കടന്നു വരുന്നതായ സ്നേഹം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ സ്നേഹമാണ് ഈ ദൈവത്തിന്റെ ദാസൻ എബ്രായ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, സഹോദര പ്രീതി നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഈ ഒരു ലോഡ് താൻ വെളിപ്പെടുത്തുന്ന സമയത്ത് ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ പറയപ്പെടുന്ന 13-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കലും വായിച്ചാൽ, ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 1, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് 3 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഇവരുടെ ജീവിതത്തിൽ എന്ത് കാട്ടിക്കൊണ്ടിരുന്നവരാ? സഹോദരപ്രീതി കാട്ടിക്കൊണ്ടിരുന്നവരാ. തമ്മിൽ തമ്മിൽ സ്നേഹിച്ചവരാണ്, തമ്മിൽ തമ്മിൽ മാനിച്ചവരാണ്, തമ്മിൽ തമ്മിൽ ആദരിച്ചവരാണ്, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ്, കാലങ്ങൾ കഴിയുമ്പോൾ ആ സ്നേഹത്തിന് കുറവ് വരിക എന്ന് പറയുന്നത്. കാലങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നതോറും സ്നേഹം വർദ്ധിക്കേണ്ട സ്ഥാനത്ത് കാലങ്ങൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത്, സ്നേഹം വർദ്ധിക്കുന്നതിന് പകരമായിട്ട് സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത്. അത് ലോകത്തിൽ സഹജമായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദാസനെ പറയുന്നത് സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ നാളുകൾ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? എപ്രകാരമായിരുന്നു നിങ്ങൾ സ്നേഹിക്കുവാനായിട്ട് കാരണമായി തീർന്നത്? എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുവാൻ കാരണമായി തീർന്നത്? ആ സ്നേഹമാണ് ഇന്ന് നമ്മൾ കൂടെ വെളിപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അരുമനാഥനാകുന്ന യേശു എഫെസോസിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ഇപ്രകാരം പറയുണ്ടായി, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പകവാനുണ്ട്. നീ ഏതൊന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് മാറ്റിക്കളയും. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇവിടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം. ഇത് ആരോടുള്ള സ്നേഹമാണ് വിട്ടുകളഞ്ഞത്? ഇത് ദൈവത്തോടുള്ള സ്നേഹം വിട്ടുകളഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് അവർ മാറ്റപ്പെട്ടു പോയത്. ദൈവത്തെ അവർ കണ്ടുമുട്ടി, ദൈവത്തിന് വേണ്ടി അവർ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ജീവിതത്തിൽ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ കൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ദൈവം എത്രമാത്രം അവരെ കരുതി, എത്രമാത്രം അവരെ പരിപാലിച്ചു. അതിനനുസരമായിട്ട് അവരുടെ ഉള്ളത്തില് ദൈവത്തോടുള്ള സ്നേഹവും താല്പര്യവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരല്പകാലം മുൻപോട്ട് കടന്നു വന്നപ്പോൾ എന്ത് മാറ്റപ്പെട്ടു? അന്നുണ്ടായിരുന്ന സ്നേഹത്തിന് ഒരു കുറവ്. അന്ന് ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരു കുറവ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് എങ്ങനെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും? അത് വെളിപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ കൂടെയാ. ദൈവത്തോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞുവെന്ന് വെളിപ്പെടുന്നത് മറ്റുള്ളവർ വിവിധ കാരണങ്ങൾ കൊണ്ട് സ്നേഹങ്ങൾ കുറയുവാൻ സാധിക്കും. ഒരു പക്ഷെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ആ ബന്ധത്തിൽ നിൽക്കുവാൻ ഇടയാകാത്തത്, അല്ലെങ്കിൽ ബിസി ഷെഡ്യൂള്,
അല്ലെങ്കിൽ മറ്റു ചില പ്രയാസകരമായിരിക്കുന്ന അവസ്ഥകൾ, ഈ പേഴ്സണലി ആ ബന്ധത്തിൽ കൂടെ കടന്നു വന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ തമ്മിലുള്ള സ്നേഹത്തെ കുറയ്ക്കുവാനായിട്ട് കാരണമായി തീരും. എന്നാൽ ഒരു ദൈവ പൈതൽ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിന് കുറവ് വരുവാനായിട്ട് ഇടയാകരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ സ്നേഹമാണ് എങ്ങോട്ട് വെളിപ്പെടേണ്ടത്? സഹോദരനിലേക്ക് കടന്നു പോകേണ്ടത്. നിങ്ങൾ സ്നേഹം പലപ്പോഴും നമുക്ക് അറിയാം, സ്നേഹത്തിന്റെ ഒരു വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹം ദീർഘമായി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡിൽ കൂടെ മുൻപോട്ട് കടന്നു പോകുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ സ്നേഹത്തിന് ഒരു കുറവ് വന്നുവെന്നുള്ളതാ. വേരിയസ് റീസൺസ്. ഇത് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ ദാസൻ എബ്രായ ലേഖനത്തിലോ എബ്രായ വിശ്വാസികൾക്ക് എഴുതുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ താൻ പറയുന്ന ഒരു വേർഡാണ് സഹോദരപ്രീതി നിലനിൽക്കട്ടെ. കഴിഞ്ഞ നാളുകൾ ഇവരുടെ അവസ്ഥ എന്തായിരുന്നു? ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവമക്കളായിരുന്നവരെ അവരെ സ്വയമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. വളരെയധികമായിരിക്കുന്ന സ്നേഹം അവരെ കൂടെ വെളിപ്പെടുത്തിയവരാ. നമുക്കറിയാം, 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഹീബ്രൂസ് ചാപ്റ്റർ 10, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെതായ 33-34 വാക്യം, വേഴ്സ് 33 and 34. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകൾ കഷ്ടങ്ങൾ അനുഭവിച്ചവർക്ക്, ഇവര് കഷ്ടങ്ങൾ അനുഭവിച്ചില്ല എങ്കിലും അനുഭവിച്ചവർക്ക് ഇവരാരായിത്തീർന്നു? കൂട്ടാളിയായി. എന്തുവാ കൂട്ടാളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ആ കഷ്ടം അനുഭവിച്ചവരുടെ അതേ കഷ്ടങ്ങൾ കൂടെ അതേ വേദന അവരിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുവാൻ, അത് വഹിക്കുവാൻ അവർക്ക് സാധ്യമായി തീർന്നുവെന്നുള്ളതാ. നിങ്ങൾ മനസ്സിൽ എത്രമാത്രം ഒരു ഹയർ ഗ്രേഡിൽ നിൽക്കുന്ന ഒരു സ്പിരിച്വാലിസമുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ എബ്രായ വിശ്വാസികൾ കാണുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരല്പകാലം കഴിഞ്ഞു വന്നപ്പോൾ ഈ സ്നേഹത്തിന് ഒരു കുറവ് വന്നു. എന്തായിരിക്കാം കാരണം? ദൈവത്തിന്റെ ദാസൻ, നിങ്ങൾക്കറിയാം എബ്രായ വിശ്വാസികളുടെ ഇന്നത്തെ അവസ്ഥ. ദൈവത്തിന്റെ ദാസൻ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിൽ എബ്രായ വിശ്വാസികളുടെ ആത്മീയ അവസ്ഥ എന്ന് പറയുന്നത് തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവേൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോവാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവേൻ. അപ്പോൾ എന്താ ഇവരുടെ 3 വിഷയങ്ങളും നമ്മൾ അന്ന് കാണുവാനിടയായിട്ട്? ഒന്ന്, കൈകൾ എന്ത് ചെയ്തിരിക്കുന്നു? കുഴഞ്ഞിരിക്കുന്നു. കൈകൾ എന്ത് വെളിപ്പെടുത്തുന്നു? അതോറിറ്റി. അപ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ അതോറിറ്റി ക്ഷയിച്ചിരിക്കുക. ആത്മീയമായിട്ട് കഴിഞ്ഞ നാളിൽ എക്സസൈസ് ചെയ്ത അതോറിറ്റി ഇന്നവർക്ക് എക്സസൈസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇന്ന് അവരുടെ ജീവിതത്തിൽ ആ ശക്തി വെളിപ്പെടുത്തുന്നില്ല. ഒരു പക്ഷെങ്കിൽ അവർ പറയുമായിരിക്കാം യേശുവിന്റെ നാമത്തിൽ എന്നുള്ളത്, പക്ഷെങ്കിൽ അധികാരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാവിൽ കൂടെ ഒരു വേർഡ് പറയുന്നത് എന്നുള്ളതല്ല, ആ വേർഡിന്റെ അനന്തര ഫലമാണോ അവിടെ വളരെ പ്രാധാന്യമായിരിക്കുന്നത്. എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾ, എൻ്റെ നാവിൽ കൂടെ കടന്നു വരുവാൻ ഇടയായിത്തീരുന്ന വാക്കുകൾ, ആ വാക്കുകൾ ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ, ആ വാക്കുകൾ ഞാൻ പ്രൊഫസ് ചെയ്യുമ്പോൾ, ആ വാക്കുകൾ ഞാൻ കൽപ്പിക്കുമ്പോൾ, ആ വാക്കുകൾ ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ, ആ വാക്കുകളുടെ ശക്തിയാണ് അവിടെ വെളിപ്പെടേണ്ടത്. അരുമനാഥനാകുന്ന യേശുവിന്റെ ജീവിതത്തിൽ അതാ കണ്ടത്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള ഒരു പ്രവാചകൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വാക്കിൽ മാത്രമായിരുന്നില്ല, ആ പ്രവർത്തനത്തിൽ ശക്തി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വാക്കിന്റെ ശക്തി പ്രവൃത്തിയിൽ കൂടെ വ്യാപരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവരുടെ പുറമേ അവർ നോക്കുമ്പോൾ ആത്മീയരാണ്. കഴിഞ്ഞ നാളുകളുടെ അവസ്ഥകളെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി സഫർ ചെയ്തതായിരിക്കുന്ന വേറെ ജനത്തെ കാണുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ ദാസനോട് പറയുന്നു, സമ്പത്തുകളുടെ അപഹാരം കൂടെ നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അപ്പോൾ ഇത്രമാത്രം കഷ്ടതകൾ കൂടെ കടന്നു പോകുന്നതാൾക്ക് സ്ഥിതി വന്നിട്ടും ഒരല്പം പോലും ഭാരം കാണിക്കാതെ, മുൻമുറുപ്പ് കാണിക്കാതെ സന്തോഷത്തോടുകൂടി അത് അക്സെപ്റ്റ് ചെയ്യുവാൻ കാരണമായി തീർന്ന എബ്രായ വിശ്വാസികൾ, പക്ഷെ ഇപ്പോൾ ദൈവത്തിന്റെ ദാസൻ നോക്കുമ്പോൾ അവരുടെ കൈകൾ കുഴഞ്ഞിരിക്കുക.
അവരുടെ കാലുകൾ എന്തായിരിക്കുക? ഒളുക്കിപ്പോവാൻ സാധ്യതയുണ്ട്. അവരുടെ കാലുകൾ മുടന്തായിരിക്കുക. എന്താ കാലം വെളിപ്പെടുത്തുന്നത്? ശുശ്രൂഷയെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ മനസ്സിലാക്കുക, എന്ത് സംഭവിച്ചു? അവരുടെ അധികാരത്തിന് മാറ്റം വന്നു, അവരുടെ ശുശ്രൂഷയ്ക്ക് മാറ്റം വന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മാന്യത, മറ്റുള്ളവരുടെ മുൻപിൽ അവർ മാതൃകാപര ജീവിതമില്ലാത്തവരായിട്ട് അവർ മാറ്റപ്പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. പുറമേ നോക്കിയാൽ നല്ല ക്രിസ്തീയ വിശ്വാസി, പക്ഷേ അകത്ത് നോക്കിയാൽ അവരുടെ അവസ്ഥ ഇത്. ആത്മീയമാർക്കുന്ന ശക്തിയില്ലാതെ, ശുശ്രൂഷയില്ലാതെ, സാക്ഷ്യമില്ലാത്തൊരു ജീവിതമായിട്ട് അവർ മുൻപോട്ട് കടന്നു പോകുന്നു. ഈ ഒരു പ്രത്യേകമായ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, അവരോട് പറഞ്ഞു, എന്ത് സംഭവിച്ചു? കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഇത്രമാത്രം സഹിക്കുവാൻ കാരണമായി തീർന്നപ്പോൾ, ദൈവത്തിന് വേണ്ടി ഇത്രമാത്രം വിട്ടുകൊടുക്കുവാൻ കാരണമായി തീർന്നപ്പോൾ, നിങ്ങൾ ഇതൊക്കെ സന്തോഷത്തോടെ സഹിക്കുവാനുള്ള ഒരു കാരണം അന്ന് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? സ്നേഹമുണ്ടായിരുന്നു. ആരോട് സ്നേഹമുണ്ടായിരുന്നു? ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹം നിങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തി? നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിൽ കൂടെ വെളിപ്പെടുത്തി. ഇപ്പോൾ എന്താ അവസ്ഥ? കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്ന സ്നേഹം ഇന്ന് ഇല്ല. പക്ഷെ എന്തു വേണമെന്ന് അവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്? സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അപ്പോൾ അത് മടക്കി കൊണ്ടുവരേണ്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയമാണ്. ആ സഹോദരന്മാരുടെ സ്നേഹം എന്നിൽ വർദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതാണ് ദൈവം നമ്മൾക്കൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിന്റെ പലവിധമായിരിക്കുന്ന സന്ദർഭങ്ങൾ, ജീവിതത്തിന്റെ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ സ്നേഹത്തെ താഴോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരിക എന്നുള്ളത്. സാമൂഹ്യമായിരിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എബ്രായ വിശ്വാസികൾ ഇത്രമാത്രം അവരുടെ സ്നേഹത്തിന് ഒരു കുറവരാനുള്ള ഒരു പക്ഷെങ്കിൽ കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ നാളുകൾ ദൈവത്തിന് വേണ്ടി അവർ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്ന സഫറിങ്സ്. ആർക്ക് വേണ്ടി സഹിച്ചത്? ദൈവത്തിന് വേണ്ടി സഹിച്ചു. പക്ഷേ അവരെ എവിടുന്ന് മാറ്റി? ആത്മീയ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിതം താഴോട്ട് കടന്നു വരുവാൻ കാരണമായി തീർന്നു. അവർ സഹിച്ചത് ദൈവത്തിന് വേണ്ടിയ. പക്ഷെങ്കിൽ ദൈവത്തിന് വേണ്ടി സഹിച്ചുവെങ്കിലും ദൈവത്തോടുള്ള ആദ്യകാലം ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ ഇവരുടെ കഷ്ടങ്ങൾ അവരെ മാറ്റിക്കളഞ്ഞു. ഇവിടെയാ ഇയ്യോബിന്റെ വാല്യൂ വരുന്നേ. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ആഞ്ഞടിക്കുമ്പോഴും ഇയ്യോബിന്റെ നാവിൽ കൂടെ കടന്നു വന്നൊരു വേർഡ് മാത്രമേ ഉള്ളൂ: യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. എന്താ സംഭവിച്ച ഇയ്യോബിന്റെ ജീവിതത്തില്? ഒരു പ്രയാസം പോലും കാണിക്കാതെ, ദൈവത്തോട് യാതൊരു അതൃപ്തിയുമില്ലാതെ, സ്വാഭാവികമായിട്ട് നമ്മളുടെ ലൈഫിലാണ് ഇങ്ങനെ വല്ലതും സംഭവിച്ചതെങ്കിൽ നമ്മളിരുന്ന് പറഞ്ഞു, കഴിഞ്ഞ നാളുകൾ ഞാൻ ഈ കറുപ്പെടുത്ത് നടന്നിട്ട് എന്തോ ഗുണമുണ്ട്, ഞാനിങ്ങനെ പട്ടിണി കിടന്നിട്ട് എന്ത് കാര്യമുണ്ട്, എന്തിനാ ഇതൊക്കെ ഞാൻ ചെയ്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും എൻ്റെയും നിങ്ങളുടെ നാവിൽ കൂടെ കടന്നു വരുന്നത്. പക്ഷെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയോണം, ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അക്ഷരീയമായിട്ട് ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വഴിയിൽ വളരെ ശത്രുക്കൾ രണ്ട് സൈഡും നിൽക്കുന്ന സ്ഥാനത്ത് മുൻപോട്ട് കാലെടുത്ത് വെക്കുവാൻ പോലും പറ്റത്തില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം ആ വഴിയിൽ കൂടെ കടക്കമാക്കി 2011 കൃപയാൽ അനുഗ്രഹമായി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇത് നമ്മുടെ മിടുക്കല്ല. ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച ആ നല്ല സ്നേഹത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മകത്ത് ഒരു വേട് പറയുവാനിടയാകരുത്. അതൃപ്തിയിൽ നിന്ന് കടന്നു വരുന്ന ഒരു വേട് പോലും ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരുവാനിടയാകരുത്. പ്രയാസങ്ങൾ ഉണ്ടാകുമായിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷെങ്കിൽ ആ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ
കഴിഞ്ഞ നാളുകൾ നടത്തിയ നല്ല ദൈവത്തിൻ്റെ കരങ്ങൾ തുടർന്നും നമ്മളെ പിടിച്ചിരിക്കുക. അവൻ നമ്മളെ കൊണ്ട് അവിടെ എത്തിക്കും. എന്താ വേണ്ടത്? സഹോദരപ്രീതി, സഹോദരപ്രീതി, ബ്രദർലി ലവ്. നിങ്ങൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്നേഹം കടന്നു വരുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് എത്ര വലിയ ബന്ധമുണ്ടെന്നറിയാമോ? അതൊരു സാധാരണപ്പെട്ട കൂട്ടായ്മയായിരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ഒരാൾ പറഞ്ഞു, ഇപ്പം ചർച്ച കഴിഞ്ഞാലും വീട്ടിൽ പോകാൻ താല്പര്യമില്ല, വെളിയിൽ നിന്ന് സംസാരിക്കുക. ഞാൻ ലോകത്ത് എത്ര സത്യമാണ് അത്? എന്താ കാരണം? ഒരു സമയത്ത് ചർച്ച കഴിഞ്ഞാൽ അന്നേരം വീട്ടിൽ പോകാനായിട്ട് വണ്ടിയെ കയറുമായിരുന്നു. ഇപ്പം നിൽക്കാൻ കാരണം നമ്മൾ സ്നേഹിക്കുന്നതും നാം സ്നേഹിക്കുന്നതുമാർക്ക് ചില ജീവിതങ്ങളെ കാണുമ്പോൾ അവരുടെ സുഖസൗകര്യങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇതിൽ വർദ്ധിച്ചു വരണം. ഇതുകൊണ്ട് നിർത്താനല്ല പറഞ്ഞത്. ഒരു പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നില്ലായിരിക്കുക, പക്ഷെങ്കിൽ നമുക്ക് ആ സ്നേഹം കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ 100% ആ സ്നേഹം തിരികെ കിട്ടും. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തിരികെ കൊടുക്കാതിരിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഈവൻ ഒരു കഠിനഹൃദയന് പോലും അത് സാധ്യമല്ല. വൺസ് അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കപ്പെടുവാൻ കാരണമായി തീരും. എന്താ ഇവിടുത്തെ വിഷയം? ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ഈ സഹോദരപ്രീതി എന്താ ചെയ്യുന്നേ? ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. റോമൻസ് ചാപ്റ്റർ 12 verse 10. റോമർ 12 അധ്യായം 10 വാക്യം. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്. എന്തുവാ? സഹോദരപ്രീതി ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തോ കടന്നു വരും. എന്തോ വരും? ബഹുമാനം, റെസ്പെക്റ്റ് അതേഴ്സ്. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. സ്നേഹം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമാർഗ ലക്ഷണമാണ് മറ്റുള്ളവരെ മാനിക്കുക, മറ്റുള്ളവരെ കൊച്ചാക്കുന്നതല്ല. ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഒരു ദൈവഭേദലാണെങ്കിലും അല്ലാത്തവനെ ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാനുള്ളൊരു മനസ്സെങ്കിലും നമുക്കൊക്കെ ഉണ്ടാകണം. സാധാരണ തിരിഞ്ഞു നോക്കി ഒരല്പം ഒരു നടപ്പ് നടക്കും. തെറ്റാണ്. അത് അറിയാവുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് നേടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, എന്താ വേണ്ടത്? മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു. ദൈവിക സ്നേഹം എൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞാൻ നിറയപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഞാൻ ബഹുമാനിക്കുന്നു. ഇത് മാനുഷിക സ്നേഹമായി കഴിയുമ്പോൾ വരുന്ന ഒരു വലിയ കുഴപ്പമാണ്. സ്നേഹിച്ചവരോട് പിണങ്ങുന്നു. ഇതാണ് നെവർ എക്സ്പെക്ട് എനിത്തിങ്. ഒരാളോടെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചോണം, യാതൊന്നും നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ട് ഒരിക്കലും സ്നേഹിക്കരുത്. അതാണ് ഡേഞ്ചറസ്. കാരണം അത് ലഭിക്കാതെ പോകുമ്പോൾ നമ്മൾ നിരാശരായിത്തരും. സ്നേഹം കൊടുക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ദൈവം എന്നോട് പഠിപ്പിക്കുകയുണ്ടായി, കുഞ്ഞേ, നീ ഡു വൺ തിങ്, യു ബ്ലെസ് ദം. അവരെ അനുഗ്രഹിക്കുക, കാണുന്നവരെ അനുഗ്രഹിക്കുക. നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരുന്ന പിക്ചറിനെ നീ അനുഗ്രഹിക്കുക, ജസ്റ്റ് അനുഗ്രഹിക്കുക. അതുകൊണ്ടൊരു വലിയ ഗുണമുണ്ട്. അവർ അനുഗ്രഹത്തിന് യോഗ്യരല്ല എങ്കിൽ ആ അനുഗ്രഹം നിന്റെ മേൽ കടന്നു വരും. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെയാ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുത്തി വെക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ. അപ്പോൾ സ്നേഹം ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മൾ കൂടെ വെളിപ്പെടുന്ന ഒരു വികാരമാണ് ബഹുമാനിക്കുക, മറ്റുള്ളവരെ മാനിക്കുക, അവരെ ആദരിക്കുക. നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ സ്നേഹത്തിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാകണം. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് വി ഹാവ് ടു റെസ്പെക്ട് അതേഴ്സ്.
പലപ്പോഴും സ്നേഹം അതിര് കടക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതിന് ചാൻസ് കൊടുക്കരുത്. സ്നേഹത്തിന് ലിമിറ്റിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അവിടെ ആ റെസ്പെക്റ്റ് എന്നേക്കും ഉണ്ടായിരിക്കും. എന്താ ഒരു നല്ല വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്? എത്ര കാലം മുമ്പ് പരിചയമുള്ളവരായിക്കൊള്ളട്ടെ, അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു ബെറ്റർ ക്വാളിറ്റിയാണ്. എല്ലാവർക്കും അത് കിട്ടത്തില്ല, എല്ലാവരെ കൊണ്ട് അത് പറ്റത്തില്ല. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് കീപ്പ് ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ അതിന് എന്തു വേണം? ആ ഒരു വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം. ഈ ഒരു കാര്യത്തിന് ആവശ്യമായിരിക്കുന്നത് ഒരു സാക്രിഫിഷ്യൽ ലവ്, അല്ലെങ്കിൽ ഒരു സ്നേഹവും നിലനിൽക്കുവാനായിട്ട് സാധ്യമല്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, ആ സ്നേഹം ഒരു വൺ വേ ട്രാഫിക് ആയിട്ട് മാറ്റപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരല്പം കഴിയുമ്പോൾ അവരെന്നെ മനസ്സിലാക്കും, ആ സ്നേഹത്തിൽ നിന്ന് അവർ വിട്ടുമാറും. എന്നാൽ എൻ്റെ സ്നേഹത്തിനൊരു സാക്രിഫിഷ്യൽ, അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സ്നേഹമാണ് ഞാൻ കൊടുക്കുന്നത് എങ്കിൽ ആ സ്നേഹം നിത്യമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഇതാ ദൈവമക്കൾക്ക് വേണ്ടത്. തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുക. ആ സ്നേഹത്തിൽ നിന്ന് കടന്നു വരുന്ന ആർക്കുന്ന മാന്യത മറ്റുള്ളവരെ മാനിക്കുവാൻ കാരണമായി തീരുന്നത് ദൈവം നമ്മൾ കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. 1 തെസ്സലോനിക്കർ 4-ാം വാക്യം. തെസ്സലോനിക്ക വിശ്വാസികളോട് ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് പറയുക, നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. അന്നേരം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ് ഈസ് പോസിബിൾ, ഇത് സാധ്യമാ. തെസ്സലോനിക്ക സഭ ഒത്തിരി കഷ്ടങ്ങൾ കൂടെ കടന്നുപോയ സഭയാ. എബ്രായ വിശ്വാസികളെ യഹൂദന്മാരാൽ അനുഭവിച്ച അതേ കാര്യങ്ങൾ അതിനേക്കാൾ ശക്തമായി തെസ്സലോനിക്ക സഭ ജാതികളിൽ നിന്ന് അനുഭവിക്കുവാനിടയെ കഷ്ടങ്ങൾ കൂടെ അവർ കടന്നുപോയി. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം പറയുക, സഹോദരപ്രതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് എവിടെ വരെ വന്നു? മക്കതോന്യയിൽ എങ്ങുമുള്ളവർക്ക് പ്രസിദ്ധമായി. ഒന്ന് ഓർക്ക്, നമ്മളെക്കുറിച്ച് ഈ വേർഡ് പറയുമോ? മറന്നത സഭയെക്കുറിച്ച് ഈ വേർഡ് പറയുമോ? സഭയെക്കുറിച്ച് ഈ വേർഡ് പറയണമെങ്കിൽ വ്യക്തി അതായി മാറണം. വ്യക്തി അതായി മാറുന്നില്ല എങ്കിൽ സഭയെക്കുറിച്ച് അത് പറയത്തില്ല. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ് സഭയുടെ പിക്ചർ മാറ്റപ്പെടുന്നത്. ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വരുമ്പോൾ എത്രമാത്രം ഒരു പ്ലീസിങ് ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കും നിങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അതാ വേണ്ടേ, അതാ അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിതിനെ ചിന്തിക്കുക. കാലങ്ങളായി ആരാധനയ്ക്ക് വന്നിട്ട്, കാലങ്ങളായി വർഷപിതാവ് എല്ലാ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരാഴ്ച വന്ന് ഒരാൾ മുഖം തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താ പറയും? ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഇത് കാണാനാണോ പോകുന്നേ? നിങ്ങൾ ശ്രദ്ധിക്കണേ. എൻ്റെയും നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രസിദ്ധമായി വരേണ്ടതിന് ആ സ്നേഹം എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടേണ്ടത് വളരെ ആവശ്യം. സഹോദരപ്രീതി, അതാ സഹോദരപ്രീതി. ദൈവത്തിൻ്റെ ദാസനത പറയുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കൂട്ടായ്മയുടെ സന്തോഷം എത്ര സന്തോഷമായിരിക്കും. അവിടെ എന്തില്ല? സെൽഫില്ല. പിന്നെ എന്തേയുള്ളൂ? സെൽഫ്ലെസ് ലവ്. സ്വയമില്ലാത്ത സ്നേഹം. അതാണ് വേണ്ടത്. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന അതാ. ഒരു വാക്യം കൂടെ 2 Peter 1:7. എന്തു വേണം? അവിടെ വെച്ചു നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പറയുക, ആ പെർഫെക്ഷനിലേക്ക് കടന്നു വരുവാൻ വേണ്ടതിൻ്റെ ലാസ്റ്റ് വിശ്വാസത്തോടെ എന്ത് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൂട്ടി അവസാനം വന്നിട്ട് സഹോദര പ്രീതിയോട് എന്തോ കൂട്ടാൻ പറഞ്ഞു? സ്നേഹം. അവിടെയാണ് അതിൻ്റെ പെർഫെക്ഷൻ വരുന്നത്. അവിടെയാണ് നമ്മൾ പെർഫെക്റ്റായി തീരുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവസ്ഥ വെളിപ്പെടുന്നത്. അരുമനാഥനാകുന്ന യേശു പറഞ്ഞൊരു വേർഡ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ
നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. ലോകമറിയണമെങ്കിൽ, ലോകം ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ, ഞാനും നിങ്ങളുമായിരിക്കുന്ന ചുറ്റുപാടുകൾ ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ എന്ത് നമ്മൾ കൂടെ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. നിങ്ങൾക്കൂടെ വീര്യപ്രാപ്തി നടക്കുമായിരിക്കാം. There is limitations. നിങ്ങൾക്കൂടെ പ്രൊഫസി വെളിപ്പെട്ടെന്നിരിക്കാം. There is limitations. അതൊക്കെ ഒരു പർട്ടിക്കുലർ സമയം വരെ മാത്രമേ നമ്മെ സഹായിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ സ്നേഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലുത് വേറൊന്നുമില്ല. എബ്രായ വിശ്വാസികളോട് ദൈവത്തിന്റെ ദാസൻ പറയുക, പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷെങ്കിൽ സഹോദരപ്രതി നിലനിൽക്കട്ടെ. സഹോദരപ്രതി നിലനിൽക്കട്ടെ. ഇതായിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടോ. കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തേക്ക് കണ്ണുകൾ തിരിച്ചുകൊണ്ട്